നമസ്കാരം, ഞാൻ ഡോക്ടർ അചന്ത. ഇന്ന് ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ട് അടുത്ത മാസം 26-ാം തീയതി ഒരു വർഷം പൂർത്തിയാവുകയാണ്. ഈ ഒരു വർഷം എങ്ങനെ കടന്നുപോയി എന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. കാരണം പെട്ടെന്ന് കടന്നു പോയ പോലെ തോന്നുന്നു. ഞാൻ 2016 ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സമയം ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു, ഒരു ആശുപത്രി തുടങ്ങിയാലോ, സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഓൺ ചെയ്ത് നടത്തിയാലോ എന്നൊക്കെ. പക്ഷേ കാലക്രമേണ പല സ്ഥാപനങ്ങളിലായിട്ട് ജോലി ചെയ്തപ്പോൾ എൻ്റെ ആ ഒരു തോട്ടിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. വേണ്ട, ഒരു ആശുപത്രി തുടങ്ങണ്ട, അത് ശരിയാവില്ല എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണെന്നറിയോ? ഈ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് രോഗികളെ ഞാൻ കണ്ടു. എല്ലാവരുമായിട്ടും ഒരുപാട് അടുത്തിടപഴകാൻ സാധിച്ചു. അങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പല ആളുകളും എന്നെപ്പറ്റി ഭയങ്കര നല്ല രീതിയിൽ, എന്നെപ്പറ്റി ഒരു മോശമായിട്ട് ആരും ഇതുവരെ പറഞ്ഞ് എൻ്റെ മുമ്പിലാകട്ടെ അല്ലാതെ ആവട്ടെ ഒരുപാട് മോശമായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, സ്വന്തമായിട്ടൊരു ആശുപത്രി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ എനിക്ക് മറ്റ് സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കേണ്ടി വന്നാൽ, ചിലപ്പോൾ പൈസ വേണം എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായാലോ, അതുകൊണ്ട് ചിലപ്പോൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും ടെസ്റ്റുകൾ എഴുതേണ്ടി വന്നെങ്കിലോ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മരുന്നുകൾ എന്തെങ്കിലും പേഷ്യൻസിന് കൊടുക്കാനോ, അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഞാൻ പ്രവർത്തിച്ചാലോ എന്നൊക്കെ ഭയന്നിട്ട് ഞാൻ ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് വരാനേ ഭയന്നിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളെല്ലാം ഒന്ന് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഗവൺമെൻറ്റിൽ ഒരു 2-2.5 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണ്ട, ഇനിയിപ്പോൾ പതിയെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ഫുള്ളി വർക്ക് ചെയ്യായിരുന്നു. കുറേ കാലം 24/7 ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 12 hours ആയിട്ട് കുറച്ചു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലും അല്ലാതെ പ്രാക്ടീസും എല്ലാം ആയിട്ട് ഫുള്ളി പേഷ്യൻസിൻ്റെ കൂടെ എൻഗേജ്ഡ് തന്നെ ആയിരുന്നു ഞാൻ. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി കാരണം തന്നെ ഇല്ല, ഇങ്ങനെ പോയാലും കഷ്ടപ്പാട് കൂടും എന്നല്ലാതെ സാമ്പത്തികമായിട്ട് വലിയ ഇതൊന്നും ഉണ്ടാവില്ല, എൻ്റെ കടങ്ങളൊന്നും തീരില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള പ്ലാനുമായിട്ട് വരുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തായാലും പഠിക്കണം, അവിടുത്തെ എക്സാം പാസ്സാവണം. മറ്റ് സാഹചര്യങ്ങളാലും ഒക്കെ ഞാൻ ഗവൺമെൻറ് ജോലി തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ പഠിക്കാൻ പോയി. പക്ഷേ അന്നും എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളാൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ പഠിത്തം. ഒരു 2 മാസം 2.5 മാസം ഞാൻ പോയി. പക്ഷെ ഉറക്കമൊന്നും ശരിയായില്ല. എനിക്കൊരു ചെറിയ മോനുണ്ടായിരുന്നു, 1.5 വയസ്സേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ പ്രായം. പ്രഷർ കൂടിയിട്ട് ഞാൻ ആ പഠിത്തം ക്വിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ കൺസൾട്ടേഷൻ മാത്രമായിട്ട് പോയ സമയത്ത് ഞാൻ പണ്ടേ ഒരുപാട് ഡ്രസ്സിങ്ങുകൾ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് പ്രൊസീജിയർ മുറിവുമായിട്ട് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു കൺസൾട്ടേഷൻ പോയിന്റിൽ വെച്ചിട്ട് ഈ മുറിവ് ഹാൻഡിൽ ചെയ്യുന്നതിന് എനിക്ക് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഡ്രസ്സിങ് കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ചെറുതായിട്ടൊരു ക്ലിനിക്ക് തട്ടിക്കൂടി. ക്ലിനിക്ക് എന്നല്ല, ജസ്റ്റ് ഒരു ഡ്രസ്സിങ് ഒക്കെ ചെയ്യാൻ പറ്റണം, അതുകൊണ്ടൊരു ലൈസൻസ്ഡ് സ്ഥാപനം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ തുടങ്ങിയൊരു സ്ഥാപനമാണ് ഇന്ന് ഈ ഒരു വർഷത്തിലെത്തി നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ മുറിവ് മാത്രമല്ല, എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പേഷ്യൻസ് എല്ലാവരും തന്നെ ഭയങ്കര സന്തോഷമുള്ളവരായിട്ട് തിരിച്ചു പോകുന്നുമുണ്ട്. അതായത് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ നല്ല പ്രായമായ ആളുകൾക്ക് വരെ എല്ലാവിധ മെഡിക്കൽ സപ്പോർട്ട്സും എല്ലാവിധ മെഡിക്കൽ അഡ്വൈസസും കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ സ്ഥാപനത്തിന് കഴിയാറുമുണ്ട്. ശരിക്കും ഈ ഒരു വർഷം കൊണ്ട് ഞാൻ ഭയന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്കുണ്ടായിട്ടില്ല. ഇന്ന് വരെ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ നെഞ്ചി കൈവച്ച് പറയാൻ പറ്റും, ഒരിക്കലും അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ ഇതിനകത്ത് നിന്നൊരു ഇൻകം വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ഒരു പ്രൊസീജിയറോ അല്ലെങ്കിൽ ഒരു മെഡിസിൻസോ ഒന്നും തന്നെ എനിക്ക് എഴുതേണ്ടി ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ആളുകൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടാണ്. എല്ലാവരും എന്നിൽ അർപ്പിച്ചൊരു വിശ്വാസമാണ്. അതെനിക്ക് ഇത്രയും കാലം കീപ്പ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ ഈ സ്ഥാപനം ഒരു വർഷം നല്ല വിജയകരമായി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുകയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനിയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥാപനമായിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ പേര് പോലെ തന്നെ ദ ബെസ്റ്റ് ഹെൽത്ത് കെയർ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി.